ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്, കുഞ്ഞു വീഡിയോ അല്ല, കുറച്ച് വലിയ വീഡിയോ ആയിട്ടാണ് വന്നത്. നമ്മൾ കഴിഞ്ഞ തവണ വെക്കേഷനിൽ ദുബായിൽ പോയ സമയത്ത് നമ്മൾ ഐക്യയിൽ പോയിരുന്നു. അപ്പം അവിടെ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസാണ്. ഒരുപാട് പേര് ഐക്യ പോയിട്ടുണ്ടാവും, പക്ഷേ ഞാൻ ഒരുപാട് വർഷം ദുബായിലുള്ള സമയത്തൊന്നും അവിടെ പോകാൻ പറ്റിയിട്ടില്ല. ഈ പ്രാവശ്യം വന്നപ്പോഴാണ് ദുബായിൽ ഐക്യ പോകാൻ പറ്റിയത്. ഐക്യ ഫെസ്റ്റിവൽ സിറ്റിയിലാണ്, ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലാണ്. മോളുടെ പേര് ഐക്യ എന്ന് തന്നെയാണ്. അതിനുള്ളിൽ കാരിഫോറും മറ്റ് കടകളൊക്കെ ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് ഫ്ലോറിലാണ് ഐക്യ ഉള്ളത്. ഒരുപാട് സമയമെടുത്ത് കാണാൻ മാത്രം സാധനങ്ങളുണ്ട് ഐക്യയിൽ. അവരോരോ കാര്യങ്ങളും, ലിവിങ് സ്പേസ്, ഡൈനിങ് സ്പേസ്, ബെഡ്റൂം, കിച്ചന്, ഓരോ കാര്യങ്ങളും നമ്മളതിൽ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വരെ നമുക്കൊരു പിക്ചർ തരും. ഐക്യ പോയാൽ വളരെ മനോഹരമായിട്ട് അങ്ങനെ തന്നെ പറയാം, നമ്മളിങ്ങനെ നോക്കി നിന്ന് പോവും. ആ രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഐക്യയിൽ ഓരോ പ്രൊഡക്റ്റും ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സാണ് അവർ. നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റിയ സാധനങ്ങളല്ലോ. ഞാൻ ഒരുപാട് വാങ്ങിച്ചിട്ടില്ലെങ്കിലും, നമ്മൾ ഒരുപാട് വാങ്ങിക്കുന്നില്ലെങ്കിലും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അതൊന്നും ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര സംഭവമായിട്ട് തോന്നി. സത്യം പറഞ്ഞാൽ ഐക്യ ഫുള്ളായിട്ട് കാണാനൊന്നും പറ്റിയിട്ടില്ല. കിച്ചൻ്റെ ഒക്കെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ തന്നെ നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ട്. അതിങ്ങനെ ഉള്ളോട്ട് ഒരുപാട് ഓരോ സെക്ഷനായിട്ട് തന്നെ അവർ ഡീറ്റെയിലായിട്ട് ഓരോന്നോരോന്നും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻട്രൻസിലുള്ള അവർ ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടിയിട്ട് ചെയ്തു വെച്ചതാണ്. ഡൈനിങ് സ്പേസും ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റിൽ, ഡൈനിങ് സ്പേസും നമ്മളെ ലിവിങ്ങും ബെഡ്റൂമും ഒക്കെ അതൊക്കെ ഒരു ഷോക്ക് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയാലാണ് പിന്നെ ഒരു ലോകം തന്നെ തുടങ്ങുന്നത്. ഐക്യയിൽ ഓരോ കാര്യങ്ങളും, ഓരോ ചെറിയ പൊട്ടുസൂചി മുതൽ നമ്മളെ മനുഷ്യരുപയോഗിക്കണ ഓരോ കാര്യങ്ങളും, നമ്മളെ ഒരു വീടെടുക്കുകയാണെങ്കിൽ ആ വീട്ടിലോട്ടുള്ള ഓരോ കാര്യങ്ങളും, ഇൻറ്റീരിയൽ ആയിക്കോട്ടെ, ബാത്റൂം സെറ്റിങ്സ് ആയിക്കോട്ടെ, കിച്ചണിലേക്ക് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഐക്യയിലുണ്ട്. അപ്പം ഹൗസ് വാമിങ്ങൊക്കെ ഉള്ളവർക്ക് ഒരു എന്താ പറയുക, ഒരു വൺ ടൈം ഇവിടെ വന്നാൽ കംപ്ലീറ്റ് സാധനങ്ങളും പർച്ചേസ് ചെയ്തപ്പോൾ കുറച്ച് സ്പീഡാക്കിക്കുന്നു വീഡിയോ. കുറച്ച് ഇങ്ങനെ കുറേ കാണുമ്പോൾ ബോറടിക്കുമല്ലോ. പിന്നെ ഐഷുമാണ് സാധനങ്ങളൊക്കെ കാണിച്ചു തരുന്നത്. ഐഷുമ്മൻ്റെ കയ്യിലുള്ളത് ചെറിയ ഹാങ്ങറാണ്, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ തൂക്കി വെക്കാൻ പറ്റിയ ഹാങ്ങറാണ്. പിന്നെ മൊബൈൽ ഹോൾഡർ ഉണ്ട്. അങ്ങനെ പലതരം ഐറ്റംസ്, വെറൈറ്റി ഐറ്റംസ്. പണ്ടുള്ളവരൊക്കെ പറയില്ല അതിർപ്പുള്ള ഓരോ സാധനങ്ങൾ, അതേപോലെയുള്ള ഐറ്റംസ് ഉണ്ട്. ഞാൻ ഓരോന്നിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു വാക്കിംഗ് ടൂറായിട്ടാണ് ചെയ്തത്. പിന്നെ ഐക്യയിൽ വരണം എന്നുള്ളൊരാഗ്രഹം വന്നത് നമ്മളെ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് കിച്ചൺ എന്ന് പറഞ്ഞ ആ ഒരു ചാനൽ കണ്ടതിന് ശേഷമാണ്. അതിൽ ഒട്ടുമിക്ക കിച്ചൺ ഐറ്റംസൊക്കെ, കിച്ചൺ കബേർഡും കാര്യങ്ങളൊക്കെ ഐക്യയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ അതിന് ശേഷം കയറിയാണ് ഐക്യയിൽ പോകണം, നെക്സ്റ്റ് ടൈം ദുബായിൽ പോകുമ്പോൾ ഐക്യയിൽ പോകണം എന്നുള്ളൊരാഗ്രഹം. അപ്പം ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ ദുബായി പോയതിന് ശേഷം പോയത് ഐക്യയിലോട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ വിസിറ്റിങ്ങിന് പോകുന്നവർക്കൊക്കെ ബുർജ് ഖലീഫ, ദുബായ് മാളൊക്കെ പോകുന്ന പോലെ തന്നെ ഈ ഐക്യയിൽ പോയാലും കാണാൻ മാത്രമുണ്ട് ശരിക്കും. ഈ ലൈവ് പ്ലാന്റ്സും അതേപോലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റൊക്കെ ശരിക്കും നമുക്ക് കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിൽ അത്രയും ഭംഗിയായിട്ടാണ് ഉള്ളത്. ഒരുപാട് വാങ്ങിയിട്ടില്ലെങ്കിലും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഇതാണ്. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക് വീഡിയോ കുറച്ചൊന്ന് സ്പീഡ് കൂട്ടിയിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് ഐക്യ എക്സ്പീരിയൻസ് ചെയ്ത് വരാം. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ പിന്നെ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ആൻഡ് ഓക്കെ ബൈ.